വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. നാം ഉയർപ്പിൻ്റെ ജനതയാണ്. ഹല്ലേലൂയയാണ് നമ്മുടെ ഗീതം. ഹല്ലേലൂയ എന്ന ഹീബ്രു പദത്തിനും അതിൽ നിന്നും വന്ന ഗ്രീക്കിലും ലത്തീനിലും മറ്റു ഭാഷകളിലുമുള്ള ഹല്ലേലൂയയ്ക്കും ദൈവത്തിന് സ്തുതി, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ സ്തുതിഗീതം എന്നൊക്കെയാണ് അർത്ഥം. തപസ്സുകാലത്തുടനീളം ആരാധനാക്രമത്തിൽ നിന്നും നാം മാറ്റി നിർത്തിയ നന്ദിയുടെയും ആനന്ദത്തിൻ്റെയും ദൈവസ്തുതിയുടേതുമായിട്ടുള്ള ഹല്ലേലൂയ ഗീതം ഈസ്റ്ററിലൂടെ വീണ്ടും നമ്മുടെ ചുണ്ടിലേക്ക്, നമ്മുടെ ആരാധനാക്രമത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്കേവർക്കും ഉയർപ്പിൻ്റെ മംഗളങ്ങളും ആനന്ദവും സ്നേഹപൂർവ്വം നേരുന്നു. പാക്സ് കമ്മ്യൂണിക്കേഷൻ്റെ ത്രസ് കന്തോസ് ധ്യാന വിചാരങ്ങളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമുക്കിന്ന് ഉയർപ്പിൻ്റെ 3 ഗീതങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ഒന്നാമത്തെ ഗീതം, യേശുവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു കെട്ടുകഥയല്ല. സുവിശേഷങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ തന്നെ യേശു യഥാർത്ഥത്തിൽ ഉയർത്തിട്ടില്ലെന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ച ഒരു കഥ മാത്രമാണ് യേശുവിൻ്റെ ഉയർപ്പെന്നും യഹൂദ പ്രമാണികൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനെ നിരാകരിച്ചുകൊണ്ടാണ് ധീരതയോടുകൂടി യേശുവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമാണെന്ന് ശിഷ്യന്മാർ പ്രസംഗിക്കുന്നതും എഴുതുന്നതും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. 15-ാം അധ്യായം 14-15 വാക്യങ്ങൾ: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് സഹനങ്ങളും എന്തിനാ മരണം പോലും ഏറ്റെടുത്ത യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് യേശുവിൻ്റെ ഉയർപ്പ് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഉയർപ്പിൻ്റെ 2-ാമത്തെ ഗീതം, യേശുവിൻ്റെ ഉയർപ്പ് പ്രത്യാശയുടെ ഒരു ഉണർത്തുപാട്ടാണ്. നിരാശയിലും ഭയത്തിലും അകപ്പെട്ടുപോയ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ഉയർപ്പ് നൽകിയ, ഉദ്ധിതനെ കണ്ടുമുട്ടിയതിലൂടെ അവർക്ക് ലഭിച്ച ആ ഒരു ഉണർവ്, ആ ഒരു ധൈര്യം, ആ ഒരു സന്തോഷം, പുതിയൊരു ജീവിതമൊക്കെ നമുക്കുള്ള വലിയൊരു പ്രചോദനവും വലിയൊരു പ്രത്യാശയുമാണ്. വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും എഴുന്നേൽക്കാനാവാത്ത വിധം ആരും വീണുപോയിട്ടില്ലെന്നും നമുക്കെല്ലാവർക്കും ഇനിയൊരു അവസരം കൂടെയുണ്ടെന്നും ഉദ്ധിതനായ യേശുനാഥൻ നമ്മുടെയും ലോകത്തിൻ്റെയും ഒക്കെ ചെവികളിൽ ഇന്ന് മന്ത്രിക്കുകയാണ്. ഉയർപ്പിൻ്റെ 3-ാമത്തെ ഗീതം ഇതാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിജയമാണ് യേശുവിൻ്റെ ഉയർപ്പ്. സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും പഠിപ്പിച്ച യേശുനാഥൻ മരിക്കുന്നത് കരുണ കാണിച്ചുകൊണ്ടാണ്, പാപികൾക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ ഒറ്റുകാരനും പീഡകരും ഉൾപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. ആ മരണത്തിൽ നിന്നും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് വെറുപ്പിൻ്റെയും പാപത്തിൻ്റെയും തിന്മകളുടെയും മേലുള്ള ഉയർപ്പിൻ്റെ വിജയമാണ്. ക്രമത്തിൻ്റെ നിരാസമാണ് അക്രമമെങ്കിൽ ക്രമത്തെ പുനഃസ്ഥാപിക്കുന്നത്, സമാധാനം സ്ഥാപിക്കുന്നത്, സ്നേഹത്തിൽ പുലരുന്നത് നമ്മളൊക്കെ ഉദ്ധിതൻ്റെ കരുണയും ഉദ്ധിതൻ്റെ മാപ്പ് കൊടുക്കാനുള്ള മനോഭാവവും സ്വന്തമാക്കുന്നതിലൂടെയാണ്, ഉദ്ധിതൻ്റെ ഹൃദയം സ്വന്തമാക്കുന്നതിലൂടെയാണ്. ഈസ്റ്റർ വിജിൽ ആരംഭിക്കുന്നത് ഇരുട്ടിലാണ്. ഇരുട്ടത്ത്
നമ്മുടെ ഉള്ളിലെയും നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം ഇരുട്ടിൽ നിൽക്കുമ്പോൾ പുത്തൻ തീ കത്തിച്ച് അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് ആ പുത്തൻ തീയിൽ നിന്നും ഉദ്ധിതനായ യേശുവിനെ അനുസ്മരിപ്പിക്കുന്ന പെസഹാത്തിരി കത്തിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പ്രഘോഷിക്കുന്നു, ക്രിസ്തുവിൻ പ്രകാശം. നാം എന്താണെന്നും നാം എന്തായിത്തീരണമെന്നും ഈ ഉദ്ധിതൻ്റെ പ്രതീകമായ ഉയർപ്പ് തിരിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉയർപ്പിൻ്റെ 3 ഗീതങ്ങളുമായി, ഉള്ളിൽ ഉദ്ധിതൻ്റെ പ്രകാശവുമായി, ചുണ്ടിൽ അല്ലേലൂയ ഗീതവുമായി നമുക്ക് ഉയർപ്പിൻ്റെ ജനതയായി മാറാം.